കുറ്റ്യാടി ചുരം റോഡിൽ ചാത്തൻകോട്ട് നടയിൽ 2 യുവാക്കളിൽ നിന്നും MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട് ചാത്തൻകോട്ട് നടയിലെ സൂര്യ ടൂറിസ്റ്റ് ഹോമിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത്. സൂര്യയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. മയക്കുമരുന്നിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഇത്തരം ലോഡ്ജുകൾ ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. കുറ്റ്യാടി ചുരത്തിന്റെ അടിവാരമായ ചാത്തൻകോട്ട് നടയിൽ വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് നാദാപുരം വളയം സ്വദേശി അതുൽ കൃഷ്ണൻ, പേരാമ്പ്ര സ്വദേശി ജിഷ്ണു എന്നിവരെ 4 ഗ്രാം MDMAയുമായി കോഴിക്കോട് റൂറൽ SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടുന്നത്. സൂര്യ ലോഡ്ജിൽ യുവാക്കളും ഒരു യുവതിയും താമസിച്ചു വരികയായിരുന്നു. ഇവിടെ നിന്നും MDMA വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സ്ക്വാഡ് സൂര്യയ്ക്ക് മുന്നിൽ വെച്ച് യുവാക്കളെ പിടികൂടുന്നത്. മയക്കുമരുന്നിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും സൂര്യ ടൂറിസ്റ്റ് ഹോം കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചാണ് ടൂറിസ്റ്റ് ഹോമിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ കുന്നുമൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മഹേഷ് കരിങ്ങാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സൂര്യ ടൂറിസ്റ്റ് ഹോം ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. കുറേ ദിവസങ്ങളായി എല്ലാ അനാശാസ പ്രവർത്തനങ്ങൾക്കും ലഹരി മാഫിയകളുടെ ഇടപാടിനും എല്ലാ സൗകര്യവും ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പല ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വാണിംഗ് കൊടുത്തിട്ടും ഇത് നിരന്തരമായി തുടരുകയും ഇന്നലെ രാത്രിയോടുകൂടി ചെറുപ്പക്കാരെ ഈ ലഹരിയുമായി പോലീസ് ഇവിടുന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഇവിടെ വന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു സമരവുമായി ടൂറിസ്റ്റ് ഹോമിലേക്ക് ഇപ്പം നടത്തിയിട്ടുള്ളത്. ഈ മലയോരത്തെ ഈ ചുരം കേന്ദ്രീകരിച്ചുകൊണ്ടും ആ ചുരത്തിൻ്റെ അടിഭാഗമായ ഈ ചാത്തൻകോട്ട് നട ഉൾപ്പെടെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിലെല്ലാം വലിയ രൂപത്തിലുള്ള ലഹരി മാഫിയയാണ് ഇതിലോട്ട് മൈസൂരിൽ നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലഹരി മാഫിയക്കെതിരെയുള്ള അതിശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാണ്. ഇനി ഈ കാവിലുംപാറ പഞ്ചായത്തിലെ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇതുപോലത്തെ അനാശാസ പ്രവർത്തനങ്ങൾക്കും ലഹരി മാഫിയകൾക്കുമെല്ലാം കുടപിടിക്കുന്ന ഒരു നിലപാടുമായി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനെതിരെയെല്ലാം അതിശക്തമായ സമരവുമായിട്ട് വരും കാലങ്ങളിൽ ഡിവൈഎഫ്ഐ ഉണ്ടാവും. കുറ്റ്യാടി ചുരം മേഖലയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം രാത്രി സമയങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചുരത്തിൽ 3-ാം വളവിൽ കൃഷിയിടത്തിൽ തീപിടിക്കാൻ കാരണമായതും ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരം സംരക്ഷണ സമിതിയുമായി സഹകരിച്ചുകൊണ്ട് ചുരത്തിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.